ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ വീട്ടിൽ അമ്മയൊക്കെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എന്നിട്ടാണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അമ്മയാണെങ്കിൽ പറയാണ് ചെയ്യുന്നത്, എൻ്റെ മോൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അവൾ എന്താണ് വരാത്തത്, അവൾക്ക് ഇവിടെ നിന്നാൽ പോരെ, ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത്, ആ ദർശ എത്ര നല്ല കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, കഴുത്തിൽ ഒരു താലി വീഴാന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലല്ലോ, അവളതിന് അത്രയും മഹത്വം കൊടുക്കുന്നത് കൊണ്ടല്ലേ തിരിച്ചു പോയത്. അപ്പോൾ വർഷയാണെങ്കിലും പറയുന്നുണ്ട്, അപ്പോൾ മുത്തശ്ശിയും അവളും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയതല്ലേ, ബാഗൊക്കെ പേക്ക് ചെയ്ത് കൊടുത്തത് മുത്തശ്ശിയാണല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ, അവളാണെങ്കിൽ നിൽക്കുന്നില്ലല്ലോ, അങ്ങോട്ട് തന്നെ പോകണമെന്നുള്ള തയ്യാറെടുപ്പിലാണ് അവൾ വന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പോൾ പത്മയാണെങ്കിൽ ഇങ്ങനെ കരയാണ് ചെയ്യുന്നത്, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയായിരിക്കേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അവൾ നോക്കിക്കോ, നല്ലൊരു ജീവിതം തന്നെയായിരിക്കും അവൾക്ക് വരുന്നത്, അവൾ അത്രയ്ക്ക് നല്ലൊരു കുട്ടിയാണ്, അവനെ നല്ല പോലെ അവൾ മാറ്റിയെടുത്തോളും. വിക്രമിൻ്റെ സ്നേഹം വേദ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയല്ലേ അവൾ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചത്, അവൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ടെന്നാണ് മോള് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. ഈ സമയം ശ്രീകാന്ത് പറയാണ് ചെയ്യുന്നത്, പിന്നെ അവൻ കുറച്ച് ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തിയെന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമാണോ, അവൻ്റെ വീട്ടിലിപ്പോൾ വേറെ പെണ്ണുങ്ങളോടാണ് അങ്ങനെ പെരുമാറിയെന്നുണ്ടെങ്കിലും അവൻ അവരെ തിരിച്ചടിക്കില്ലേ, അത്രയല്ലേ അവൻ ചെയ്തുള്ളൂ, ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമാണോ, അതിലെങ്ങനെയാണ് അവൾക്ക് സ്നേഹം ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, അവൾ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ചിലവർ നമ്മുടെ മുത്തശ്ശിനെയാണ് കുറ്റം പറയുന്നത്, മുത്തശ്ശിയാണ് കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വേദയെ മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയമായിരിക്കും വേദയുടെ അച്ഛൻ കടന്നു വരുന്നത്. വേദയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും മുത്തശ്ശിയോട് സംസാരിക്കുക. എന്നിട്ട് മുത്തശ്ശിയെടുത്ത് പറയാണ് ചെയ്യുന്നത്, അമ്മയാണ് അവൾക്ക് അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ആക്കിയത്, എന്നാൽ അമ്മയ്ക്ക് ഇത്രയും അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടല്ലേ അവളിപ്പോൾ ഇങ്ങനെ ഒരു താലി ചിലരുടെ ബന്ധത്തിൽ അവിടെ നിൽക്കുന്നത്, അതും ആരോ കെട്ടിയെന്ന് വെച്ചിട്ട് അവളുടെ ഭർത്താവാക്കാൻ പറ്റുമോ, അതും ആ ഒരു ഗുണ്ടയെ, എങ്ങനെ ഇരിക്കും ഇനി അവളുടെ ജീവിതം, അവൾക്കതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് വന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ കേടുവരുത്തിയത്, അവൾക്ക് അത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, എന്തിനാണ് ഇങ്ങനെ കേടുവരുത്തിയത് എന്നൊക്കെ ചോദിച്ച് ചൂടാവായിരിക്കും നമ്മുടെ അച്ഛൻ ചെയ്യുന്നത്. അപ്പം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, ജാതകപ്രകാരം അവൾക്ക് ഇങ്ങനെയൊക്കെ നടക്കണം എന്നാണ്, ഒരു അന്യഗ്രഹത്തിൽ പോയി താമസിക്കണം എന്നൊക്കെയാണ് അവളുടെ വിധി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ദേഷ്യം വരും, ഒരു ജാതകം ഒന്ന് നിർത്തുന്നുണ്ടോ, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ, ഇനി എനിക്ക് ഒരു മോളുകൂടി ഉണ്ട്, അവളുടെ ജീവിതമെങ്കിലും നല്ല സന്തോഷമായിട്ട് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ട്, ഇനി അവളേ ഉള്ളൂ, ഇനി ആരും വേദയുടെ പേര് ഇവിടെ മിണ്ടി പോവരുത്, എനിക്ക് ഇനി അങ്ങനെ ഒരു മോളുമില്ല, അവൾ വിളിച്ചിട്ട് വന്നില്ലല്ലോ, അവൾ അങ്ങോട്ട് തന്നെ പോയില്ലേ, ഇനി എനിക്ക് അങ്ങനെ ഒരു മോളുമില്ല, ഇനി ആരും ഇവിടെ അവളുടെ പേര് പറയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മോളിലേക്ക് പോവായിരിക്കും ചെയ്യുന്നത്. ശേഷം വിക്രത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഏടത്തിയമ്മ ഏട്ടനും വരികയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ടിങ്ങനെ ഓരോ സംസാരങ്ങൾ പറയുമായിരിക്കും, ആ വേദ എന്തിനാണ് തിരിച്ച് വീണ്ടും വന്നത്, ഇനിയിപ്പോൾ ഞങ്ങളുടെ സംശയം നിൻ്റെ അടുത്തുള്ള ആ ഒരു പക തീർക്കാനായിരിക്കും അവൾ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ടിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ അവസാനം വിക്രമിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് പിന്നെ ദേഷ്യം കാണിക്കണ കാണുമ്പോൾ അവർ തന്നെ അവിടെ നിന്ന് ഓടിച്ചെല്ലും കേട്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് ശരിയാവില്ല, നീ ഉറങ്ങിക്കോ ഞങ്ങൾ പോയേക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ വിക്രമിൻ്റെ ദേഷ്യം കാണുമ്പോൾ. എന്നിട്ട് പിന്നെ വിക്രം വെള്ളം എടുക്കാനായിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറിയായിരിക്കും. അവിടെ നമ്മുടെ വേദ ഇങ്ങനെ കൊതുകടിയും കൊണ്ടിങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ വേദ എഴുന്നേൽക്കുമായിരിക്കും കേട്ടോ വിക്രം വരുന്നത് കാണുമ്പോൾ, എനിക്ക് ഇത്ര റെസ്പെക്റ്റ് ഒന്നും തരണ്ട, നീ കിടന്നുറങ്ങുക, സൂഹിച്ച് കിടന്നുറങ്ങുക, എല്ലാവരുടെയും സമാധാനം കളഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, നിനക്ക് ഇനി ഒരു അവസരം കൂടി തരാം, വേഗം നീ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ വേദയാണെങ്കിലും കൊതുകിനെ അടിക്കുന്ന പോലെ കൈ ഓങ്ങുകയാണ് നമ്മുടെ വിക്രമിൻ്റെ നേർക്ക്. എന്നിട്ട് കൊതുകിനെ അടിക്കുന്ന പോലെ കാണിച്ചിട്ട് കൊതുക് എന്ന് പറഞ്ഞിങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിക്രമിനെ. അപ്പോൾ വിക്രമിന് നല്ല ദേഷ്യം വരും, എടി ഒരുപാട് കാണിച്ചാലുണ്ടല്ലോ ഞാൻ ഒരൊറ്റ അടി തരും എന്തിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വേദയാണെങ്കിലും പറയുന്നുണ്ട്, ഞാനും വെറുതെ ഇരിക്കുമെന്നല്ല, എൻ്റെ അടുത്ത് കാണിച്ച് ഞാൻ തിരിച്ചതിൻ്റെ ഇരട്ടി അങ്ങോട്ട് തന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയം അവിടുന്ന് കുറേ കശപിശയൊക്കെ കഴിഞ്ഞ് വിക്രം അവിടെ നിന്ന് പോവുമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ ഏടത്തിയമ്മയായിട്ടുള്ള ശ്രീജ വന്നിട്ട് കൊതുതിരിയൊക്കെ വന്ന് കത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേദ പിന്നെയും കിടക്കുകയാണ് ചെയ്യുന്നത്.
ശേഷം കാണിക്കുന്നത് അച്ഛനായിരിക്കും. അച്ഛനാണെങ്കിൽ വാഴയ്ക്ക് ഇങ്ങനെ മണ്ണിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം അമ്മ വരുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയാണ് ചെയ്യുന്നത്, മാഷ് എന്താ രാവിലെ ഒന്നും ഭക്ഷണം പോലും കഴിക്കാണ്ട് വന്നതല്ലേ, ഈ ചായയെങ്കിലും കുടിക്കി എന്നിങ്ങനെ പറയേ. അപ്പം നമ്മുടെ അച്ഛനാണെങ്കിലും പറയും, ഓ ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റിയ സാഹചര്യമാണല്ലോ ഇപ്പോൾ അവിടെ, എനിക്ക് അങ്ങോട്ട് വരണമെന്നേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ അച്ഛനാണെങ്കിൽ വീണ്ടും പറയുകയാണ്, അവൾ വീട്ടിൽ പോയാൽ പോരെ, താലിക്ക് എന്തിനാ ഇത്രയും മഹത്വം കൊടുക്കുന്നത്, അതും അവൻ്റെ തോന്നിവാസത്തിന് താലി കെട്ടിയെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണം, അവൾ എത്ര വലിയ വീട്ടിൽ കുട്ടിയാണ്, അങ്ങോട്ട് പോയി സന്തോഷത്തിൽ ആ കുട്ടിക്ക് തീരുമാനിച്ച് ആളെ തന്നെ കല്യാണം കഴിച്ച് അവിടെ തന്നെ താമസിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, ആ കുട്ടിയുടെ ജീവിതം കൂടി എന്തിനാണ് നശിപ്പിക്കുന്നത്, എനിക്കിപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, വേറെ ഒന്നുമല്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മേനെ ആലോചിച്ചിട്ടാണ്, അവരുടെ മനസ്സാലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, അതുപോലൊരു ഗുണ്ടയല്ലേ അവൾക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ. സ്വന്തം മകൻ്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, ആ കുട്ടി എന്തായാലും ഇപ്പോഴൊന്നും പോകുന്നു തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ കുട്ടി താലിക്ക് അത്രയും മഹത്വം കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അച്ഛനാണെങ്കിലും പറയാണ്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, ആ കുട്ടിക്ക് പോയാൽ പോരെ. ഈ സമയം അമ്മയാണെങ്കിൽ ആ താലി എടുത്തിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. മാഷ് കെട്ടി ഈ താലിക്ക് മാഷ് മഹത്വം കാണിക്കുന്നില്ലേ, അതുപോലെ തന്നെയല്ലേ ആ കുട്ടിയും. ആ കുട്ടി താലിക്ക് അത്രയും മഹത്വം കൊടുക്കുന്നുണ്ട്. മാഷിന് താലിക്ക് മഹത്വം ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഈ താലി മാഷ് എല്ലാവരുടെയും മുമ്പിൽ വലിച്ച് പറയാനായിട്ട് മാഷിന് ധൈര്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ അച്ഛനാണെങ്കിൽ ഉത്തരം മുട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.